1888 ഓഗസ്റ്റ് 31. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. അതിരാവിലെ ലണ്ടന്റെ കിഴക്കേ അറ്റത്തുള്ള ബക്സ്റോ എന്ന തെരുവിൽ നിന്നും ഒരു ദാരുണമായ കൊലപാതകത്തിന്റെ ബാക്കിപത്രം എന്ന പോലെ ഒരു സ്ത്രീയുടെ ശവശരീരം കണ്ടെടുക്കപ്പെട്ടു. മേരി ആൻ നിക്കോൾസ് എന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടത്. ലോകത്തെ നടുക്കിയ ഒരു കൊലപാതക പരമ്പരയുടെ തുടക്കം മാത്രമായിരുന്നു അത്. ഒരു തുടക്കം മാത്രം. ആദ്യത്തെ കൊലപാതകത്തിന് ശേഷമുള്ള 40 ദിവസങ്ങൾ കൊണ്ട് അയാൾ, ആ കൊടും ക്രൂരനായ കൊലപാതകി, 4 സ്ത്രീകളെ കുടിക്കൊന്നു. വർഷങ്ങൾക്കിപ്പുറവും ലോകം പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന സമാനമായ രീതിയിൽ നടക്കുന്ന കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് ഒരു റഫറൻസായി മാറിയ ആ കൊലപാതക പരമ്പര ദ വൈറ്റ് ചാപ്പൽ മർഡേഴ്സ് എന്നാണ് അറിയപ്പെട്ടത്. എന്നാൽ ആ കൊലപാതകി കുപ്രസിദ്ധി ആർജിച്ചത് ജാക്ക് ദ റിപ്പർ എന്ന പേരിലാണ്. കൊല ചെയ്യപ്പെട്ട 5 പേരും സ്ത്രീകളായിരുന്നു. അവരെല്ലാവരും തന്നെ ലണ്ടന്റെ കിഴക്കൻ ഭാഗത്തുള്ള വൈറ്റ് ചാപ്പൽ എന്ന പ്രദേശത്ത് ജീവിച്ചിരുന്നവരായിരുന്നു. അവരുടെ കൊലപാതകവും അവിടെ വെച്ചായിരുന്നു നടന്നത്. എന്നാൽ അതിലൊരാൾ കൊല്ലപ്പെട്ടത് ലണ്ടനിലെ ഓൾഡ് ഗേറ്റിന് സമീപമുള്ള മിറ്റ് സ്ക്വയർ എന്ന സ്ഥലത്തു വെച്ചാണ്. കൊല ചെയ്യപ്പെട്ടവരിൽ മിക്കവരും തന്നെ സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട, മദ്യത്തിനടിമകളായിരുന്ന, താമസിക്കാൻ ഒരു സ്ഥലം പോലും സ്വന്തമായി ഇല്ലാതിരുന്ന, ഒരു ദിവസത്തെ ആഹാരത്തിനും വെള്ളത്തിനും വരെ ബുദ്ധിമുട്ടിയിരുന്ന, വേശ്യാവൃത്തി ചെയ്തിരുന്ന സ്ത്രീകളായിരുന്നു. അവസാനം കൊല്ലപ്പെട്ട മേരി കെല്ലി എന്ന സ്ത്രീക്ക് ഒഴികെ ബാക്കിയുള്ളവർക്കെല്ലാം ഏകദേശം 40 വയസ്സുണ്ടായിരുന്നു. ഒരു ഇരുളടഞ്ഞ ലോഡ്ജ് മുറിയിൽ വെച്ച് കൊല്ലപ്പെടുമ്പോൾ മേരി കെല്ലിക്ക് 25 വയസ്സായിരുന്നു പ്രായം. മാത്രമല്ല, ആ സമയം അവർ ഗർഭിണിയായിരുന്നു. കൊലപാതകം നടക്കുമ്പോൾ ഇവരിൽ പലരും മദ്യപിച്ചിരുന്നു. ശരിക്കൊന്ന് ശബ്ദിക്കാൻ കഴിയാത്ത വിധം പലരുടെയും കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കിയിരുന്നു. എങ്കിലും റിപ്പറുടെ രണ്ടാമത്തെ ഇരയായ ആനി ചാപ്മാന്റെ കൊലപാതകം നടക്കുമ്പോൾ ആ പരിസരത്ത് ആ സമയത്തുണ്ടായിരുന്ന ഒരു വ്യക്തി ഉറക്കെയുള്ള നോ എന്നൊരു ശബ്ദം കേട്ടതായി അന്വേഷണോദ്യോഗസ്ഥരോട് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഇതുകൂടാതെ മേരി കെല്ലിയുടെ കൊലപാതകം നടന്ന ദിവസം രാവിലെ 4 മണിക്ക് മർഡർ എന്നുറക്കെ ഏതോ ഒരു സ്ത്രീ അലറിയതായി അവിടെ അടുത്ത് താമസിച്ചിരുന്ന ഒരു വ്യക്തി വെളിപ്പെടുത്തിയിരുന്നു. ഇതല്ലാതെ കൊല ചെയ്യപ്പെട്ടവർ പ്രതിരോധത്തിന്റെ ഭാഗമായി ശബ്ദിച്ചതിന്റെ മറ്റു റിപ്പോർട്ടുകൾ ഒന്നുമില്ല. ഇരകളുടെ കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം കഴുത്തു മുറിക്കുകയും ശരീരം വികൃതമാക്കുകയും ആന്തരിക അവയവങ്ങൾ എടുത്തുമാറ്റുകയുമൊക്കെ റിപ്പർ ചെയ്തിരുന്നു. വളരെ മൂർച്ചയേറിയ കൂർത്ത ഒരായുധം ഉപയോഗിച്ചാണ് അയാൾ ശരീരം കീറി മുറിച്ചിരുന്നത്. ഇതുകൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽ സർജനായിരുന്നു റിപ്പർ എന്ന രീതിയിലുള്ള കഥകൾ പ്രചരിച്ചിരുന്നു. പക്ഷേ ഈ വാദം ശരിയല്ലെന്നും അയാൾക്ക് സർജറിയിലും പോസ്റ്റ്മോർട്ടത്തിലും യാതൊരുവിധ പ്രാവീണ്യമില്ലെന്നും പിന്നീട് നടന്ന പഠനങ്ങൾ തെളിയിച്ചു. കൊലപാതകത്തിന് ശേഷം കൊല്ലപ്പെട്ടയാളുടെ അവയവങ്ങൾ അന്വേഷണോദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുക്കുന്ന ശീലവും ഭിത്തിയിലും മറ്റും എഴുതുന്ന ശീലവും റിപ്പറിനുണ്ടായിരുന്നു. ഇതുപോലെയുള്ള എഴുത്തുകളിൽ അന്വേഷണോദ്യോഗസ്ഥരെ റിപ്പർ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ജാക്ക് ദ റിപ്പർ എഴുതിയ ഒരു എഴുത്തിലെ വരി ഇപ്രകാരമാണ്: ഐ ലവ് മൈ വർക്ക് ആൻഡ് ഐ വാണ്ട് ടു സ്റ്റാർട്ട് അഗെയിൻ. ഞാൻ എൻ്റെ ജോലി ഇഷ്ടപ്പെടുന്നു, അത് വീണ്ടും തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. റിപ്പർ ആദ്യമായി കൊലപ്പെടുത്തിയത് മേരി ആൻ നിക്കോൾസ് എന്ന സ്ത്രീയെ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. 1888 ഓഗസ്റ്റ് 31 ലണ്ടനിലെ ബക്സ്റോ എന്ന സ്ഥലത്തു വെച്ചാണ് ആ കൊലപാതകം നടന്നത്. തുടർന്ന് അതേ വർഷം സെപ്റ്റംബർ 8 സ്പിറ്റാഫീൽഡ് ഡിസ്ട്രിക്റ്റിലെ ഹാൻബറി സ്ട്രീറ്റിൽ വെച്ച് രണ്ടാമത്തെ കൊലപാതകം നടന്നു. അന്ന് ആനി ചാപ്മാൻ എന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടത്. ഈ കൊലപാതകത്തിന് 22 ദിവസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 30 ബണർ സ്ട്രീറ്റിൽ വെച്ച് എലിസബത്ത് സ്ട്രൈഡ് എന്ന സ്ത്രീ കൊല്ലപ്പെട്ടു. അതേ ദിവസം തന്നെയാണ് മിറ്റ് സ്ക്വയർ എന്ന സ്ഥലത്തു വെച്ച് കാതറിൻ എഡോസ് എന്ന സ്ത്രീ കൊല ചെയ്യപ്പെടുന്നത്. പിന്നീട് നവംബർ 9 മില്ലേഴ്സ് കോർട്ടിൽ വെച്ചാണ് റിപ്പറുടെ അവസാനത്തേത് എന്ന് കരുതപ്പെടുന്ന കൊലപാതകം നടന്നത്. അവസാനത്തേത് എന്ന് കരുതപ്പെടുന്ന കൊലപാതകം. മേരി കെല്ലി എന്ന സ്ത്രീയാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഈ കുറ്റകൃത്യങ്ങളെല്ലാം നടക്കുന്നത് ഏകദേശം 1.6 കിലോമീറ്റർ ഡയമീറ്റർ അഥവാ വ്യാസത്തിനുള്ളിലുള്ള സ്ഥലങ്ങളിൽ വെച്ചാണ്. അതും അതിരാവിലെ, കാൽനടയാത്രക്കാരും കുതിരവണ്ടികളും ഇല്ലാതെ ഇരുട്ട് പരന്ന് തെരുവ് വിജനമായി കിടക്കുന്ന സമയങ്ങളിൽ. അന്വേഷണങ്ങൾ കാര്യമായി നടന്നെങ്കിലും സംശയത്തിന്റെ നിഴലിൽ മൈക്കൽ ഓസ്ട്രോഗ്, മൊണ്ടേഗ് ജോൺ ഡ്രൂയിറ്റ്, നേതൻ കെമിൻസ്കി, വോൾട്ടർ സിക്കറ്റ് എന്നിങ്ങനെ കുറേ പേർ ഉണ്ടായിരുന്നെങ്കിലും ജാക്ക് ദ റിപ്പർ ആരാണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടായില്ല. അതങ്ങനെ ഒരു നിഗൂഢതയായി തന്നെ തുടർന്നു. അയാൾ എന്തിനാണ് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തത് എന്നതിലും വ്യക്തതയില്ല.